ഹായ്, ഐ ലവ് ഇന്ത്യയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ബോംബെയിലാണ് താമസം. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു 10-20 കൊല്ലം അവിടെയായിരുന്നു. അവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ സെറ്റിലായിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വന്ന് അടുത്ത ആളുകാർക്ക് വന്ന് ഇടപഴകുമ്പോൾ അവരുടെ അടുത്തുള്ള മറുപടി ചോദിച്ചു, എന്താ കാറൊന്നും വാങ്ങുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, കാറൊന്നും വാങ്ങുന്നില്ല. അത് വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. കാറ് വാങ്ങുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ആ കാറ് വാങ്ങേണ്ട ക്രൈറ്റീരിയയിൽ അല്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം പിന്നെ ഒന്നും ചോദിച്ചൊന്നുമില്ല. അവരൊന്നും വലിയ അട്രാക്റ്റീവ് ഒന്നുമല്ല. അവർ അങ്ങനെ അത് പോയി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ക്രൈറ്റീരിയ ഇല്ല എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാറ് വാങ്ങുന്നത് എല്ലാവരുടെ സ്വപ്നമാണ്. ആ കാറ് പക്ഷേ ആ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് അതിന് നമ്മൾ യോജിച്ചവരാണോ, ആ ക്രൈറ്റീരിയ ആ ബ്രാക്കറ്റിൽ നമ്മൾ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഞാൻ എൻ്റെ ക്രൈറ്റീരിയ ആയിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങളുമായി പങ്കുവയ്ക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഒരു 50-60 കിലോമീറ്റർ ഡെയിലി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാറ് പരിഗണിക്കാം. അല്ല, എനിക്ക് എൻ്റെ പൈസ ഉണ്ട് എന്നത് ഒരു ക്രൈറ്റീരിയ അല്ല, കാറ് വാങ്ങുന്നതിനുള്ള ക്രൈറ്റീരിയ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാറ് എൻ്റെ അടുത്ത് പൈസയുണ്ട്, ഞാൻ കാറ് വാങ്ങി, ആ കാർ ഉപയോഗിക്കുന്നില്ല എന്നതൊരു ക്രൈറ്റീരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. ഈ ബോംബെയിൽ ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു 4 ടവറുള്ളതാണ്. വലിയ പൈസക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. മെഴ്സിഡീസ് ബെൻസും ഓഡിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒരു താഴെ മെഴ്സിഡീസ് ബെൻസ് നിൽക്കുന്നുണ്ട്. അത് ആരുടെയെന്ന് എനിക്കറിയില്ല. അതൊരു ഗുജറാത്തി മറുപടി ആയിരിക്കാം. അത് എല്ലാ വീക്കെൻഡിലും അതിൽ വന്ന് മുന്നോട്ട് ഉരുട്ടും താഴോട്ട് ഉരുട്ടും. സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുന്നോട്ട് ഉരുട്ടും താഴോട്ട് ഉരുട്ടും. അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് അയാൾ ആ ചാവിയും കൊണ്ട് മേലെ പോകും. അതുകൊണ്ട് വളരെ റെയറായിട്ട് അയാൾ പുറത്ത് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കാത്ത സാധനമാണ്. അത് കാഴ്ചക്കായിട്ടിട്ടുള്ളതാണ്. അതായത് മറ്റവരെ കാണിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്. അപ്പോൾ മെഴ്സിഡീസ് ബെൻസ് ഉള്ള ആൾ നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കണം. അയാൾ പോലും അത് ഉപയോഗിക്കുന്നില്ല. ഒരു ഇട്ടിരിക്കുകയാണ് ഒരു കാഴ്ച വസ്തുവായിട്ട്. കാരണം അത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾ ഉപയോഗിക്കാത്ത ഡെയിലി. അയാൾക്കൊരു സ്കൂട്ടറുണ്ട്, അതെടുത്ത് പോകുന്ന ഞാൻ പുറത്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ നിങ്ങൾ ഡെയിലി ജോലിക്ക് പോകുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഒരു വണ്ടി വാങ്ങുന്ന കാര്യം. നിങ്ങളുടെ കൃഷിക്കാരനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുറത്തൊന്നും പോകാത്ത ആളാണെങ്കിൽ കാർ വാങ്ങേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കാറ് വാങ്ങേണ്ട ക്രൈറ്റീരിയ, ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വാങ്ങി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പുറത്തൊന്നും പോകുന്നില്ല എങ്കിൽ ഒരു കാറ് വാങ്ങേണ്ട കാര്യം നമുക്കില്ല, അല്ലേ? നിങ്ങൾക്കൊരു കാറ് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഒരു 10 ലക്ഷം രൂപ മിനിമം വരും, ഇല്ലേ? അതിൻ്റെ ഒരു അടവെല്ലാം കൂടി ഒരു 10,000 രൂപ അടവും ഒരു 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 ഫ്യൂൽ ചാർജസ് എല്ലാം കൂടി 6,000 രൂപ, അങ്ങനെ ഒരു 16,000 രൂപ നിങ്ങൾക്ക് വേണ്ടി വരും, അല്ലേ? ഒരു മാസം വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്കൊരു 40,000-50,000 രൂപ ശമ്പളം നിങ്ങൾ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പകുതി പൈസയോ അതിൻ്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അതൊരു ക്രൈറ്റീരിയ ആണ്. അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കാറ് വാങ്ങാം. പിന്നെ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ വളരെ, ബോംബെയിലാണെങ്കിൽ വളരെ അതുണ്ട്. ഉബർ, ഓല, ഓട്ടോറിക്ഷ എല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ധാരാളം ഉണ്ട് ഇവിടെ. അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് കാർ വാങ്ങലിന് വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ചും വെള്ളപ്പൊക്കമൊക്കെ ധാരാളം ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ധാരാളം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. എഞ്ചിനിലൊക്കെ വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു ഇഷ്യൂ ആണ്. നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാര്യങ്ങൾ, ഒരു കാറ് വാങ്ങേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു കാറ് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ ഇവിടെ ഉബറും മോലയും എല്ലാം ധാരാളം ഉണ്ടെങ്കിൽ വിളിച്ച് അപ്പോൾ വരുന്നതുകൊണ്ടും ഞാൻ കാറ് വാങ്ങണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു കാഴ്ച വസ്തുവായിട്ട് വയ്ക്കാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഇവിടെ കാഴ്ച വസ്തുവായിട്ട് ഓടിയും മെഴ്സിഡീസ് എല്ലാം നിൽക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. ആരും ഉപയോഗിച്ചായിട്ട് കാണുന്നില്ല. ചുറ്റുഭാഗം വണ്ടിയുണ്ട്, പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആരും അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി, നമ്മൾ ഇതൊക്കെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചൊരു പോസിറ്റീവായിട്ടാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക.
ഇപ്പം നമ്മളിപ്പം ഈ ഈ ഇപ്പം 40,000 രൂപയെല്ലാം ശമ്പളം കിട്ടുന്നവർ ഇങ്ങനെ കാറിന് വേണ്ടി 10,000 രൂപ മാസം ചിലവാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടും ദോഷങ്ങളും. എന്തുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാം, അത് നിങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് 2020 നമുക്ക് ചില ഡിസിഷൻസ് നമുക്ക് റെസൊല്യൂഷൻസ് എടുക്കാം. ഡിസിഷൻസ് അല്ല അതിന് പറയാം, റെസൊല്യൂഷൻസ് ആണ് പറയുക. നമ്മൾ കണ്ടമാനം കടത്തിൽ മുങ്ങിയിട്ട് മരിക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. അതെല്ലാം വേറെ കാരണങ്ങളുണ്ട്. പിന്നെ നമ്മുടേതായിട്ട് ചില കാരണങ്ങളും അതിനുണ്ട്. നമ്മളെല്ലാം കടം വാങ്ങി മുങ്ങിപ്പോകുന്ന, കിട്ടുന്നിടത്തെല്ലാം കടം വാങ്ങി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി അവസാനം അതൊന്നും ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ പറ്റാതെ മരിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കപ്പാസിറ്റി നോക്കി നമ്മൾ ജീവിക്കണം. നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കുക, അല്ലേ? നമ്മൾ പിന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. ഇതൊക്കെയാണ് ഈ കൊല്ലത്തിൽ നമ്മൾ എടുക്കാവുന്ന തീരുമാനങ്ങൾ. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്കൊരു സ്വഭാവം ഉണ്ടാവും, അവർക്ക് അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എൻ്റെ അത് അടുത്തില്ല, അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും ഭാര്യമാരത് സൂക്ഷിക്കുക, അത് പറയാതിരിക്കുക. പിന്നെ നമ്മുടെ ചുറ്റുപാടിൽ കുറേ പേര് താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ താമസിക്കുന്ന ചുറ്റുപാടും കുറേ പേരുണ്ട്. അവരിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നിലാണ് ഞാനെന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് വേണ്ടത്. കാരണം അവർ നമ്മൾ ഒരുപടി താഴെയുള്ളൂ. നമ്മൾ സന്തോഷകരമായിട്ട് ജീവിച്ചാൽ, സമാധാനപരമായിട്ട് ജീവിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാറ് ഉള്ളതൊരു കുറവൊന്നുമല്ല, ആണോ? ഒരു കാറ് ഇല്ല എന്നുള്ളതൊരു കുറവൊന്നുമല്ല. എനിക്കത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ താമസിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ചുറ്റിലുമാണ്. എല്ലാവർക്കും വണ്ടിയുണ്ട്. നിങ്ങൾ നോക്കുക, എനിക്ക് വണ്ടിയില്ല. വേണ്ട, വണ്ടിയില്ല. അതിന് എനിക്കൊരു വിഷമമില്ല. പക്ഷെ അവരെക്കാട്ടിയും തല ചേർത്ത് ഞാൻ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇകഴ്ത്തിക്കാട്ടുന്നവരുമായിട്ട് ഇടപഴകാതിരിക്കുക. അതും ഒരു വലിയൊരു കാര്യമാണ്. ഈ കൊല്ലം 2020 അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. അധികം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊന്നും അധികം അക്കൗണ്ട് ഇരുന്നോട്ടെ, പക്ഷെ അധികം പോയിട്ട് നിങ്ങൾ ഈ ചിലരൊക്കെ ഉണ്ട്, ഈ വണ്ടിയുടെ പോസ്റ്റ് ഇടും, പുതിയ വീടിൻ്റെ പോസ്റ്റ് ഇടും. അങ്ങനെയൊക്കെ അതൊക്കെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണികളാണ്. അതിനൊന്നും നിങ്ങൾ കമൻ്റൊന്നും ഇടാൻ പോകണ്ട. നിങ്ങൾ നോക്കുകയും വേണ്ട, അത് തുറക്കുകയും വേണ്ട. കാരണം അങ്ങനെയൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ തോന്നും നിങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ അത് വേണ്ടാന്ന് കേൾക്കുമല്ലോ. 2020 സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് കുറയ്ക്കുക, അത് നല്ല കാര്യമാണ്. മനസ്സിലായോ? അത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അതിന് വേണ്ടിയിട്ട് തന്നെയുണ്ട്. സ്വന്തം വണ്ടി ഇല്ലെങ്കിലും മറ്റുള്ളവരെ വണ്ടി കാണിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എടുത്തു തന്നവരെ എനിക്കറിയാം. അത് അവരെക്കുറിച്ച് പറയാതിരിക്കാണ് പോലും. അങ്ങനെയുള്ള അല്പന്മാരുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ആത്മാർത്ഥമായി ജീവിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ആത്മാർത്ഥമായി ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം ഈ കൊല്ലം എടുക്കാം. ഏറ്റവും വലിയൊരു തീരുമാനം ഈ കൊല്ലം എടുക്കേണ്ടത് നിങ്ങൾ ആൽക്കഹോളിക് ഫ്രീ ആക്കുക എന്നാണ് ഈ കൊല്ലം. അങ്ങനെ റെസൊല്യൂഷൻ അങ്ങനെ എടുത്ത ആൾക്കാർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കൊല്ലം. ആൽക്കഹോൾ ഫ്രീ, നോ ആൽക്കഹോൾ ഇൻ ദിസ് 2020 എന്ന തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളും അത് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ വെള്ളമടിക്കുക എന്നുള്ളത് പലതരം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ക്യാൻസർ, അങ്ങനെയുള്ള ഉദരരോഗ പ്രശ്നങ്ങൾ, കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അറിയാം. 89 കോടിയാണ് കേരളക്കാർ കുടിച്ചതെന്ന് പറഞ്ഞിട്ട് വീഡിയോകളിലെല്ലാം കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വലിയ കാര്യമുണ്ടെന്ന്. അത് 89 കോടി കുടിക്കുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും കൂടി ആ മീഡിയ അതിന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക് ഫ്രീ എന്നൊരു തീരുമാനം എടുക്കുക. അത് നല്ലൊരു കാര്യമാണ്. ഈ കൊല്ലം 2020 അങ്ങനെ തീരുമാനം എടുക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഒരു വലിയ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർ ആയിട്ട് എടുക്കുക ഇത്. കാരണം ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടമാനം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും വരവ് ചിലവുകൾക്കും ഒരു കൺട്രോൾ വയ്ക്കുക. അതാണ് ഇന്നത്തെ കാര്യം. ഈ കാര്യങ്ങളെല്ലാം നോക്കിയാൽ നല്ലൊരു ഇയർ ആവട്ടെ എന്ന് നിങ്ങളോട് ഞാൻ ആശംസിക്കുന്നു. നിർത്തുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക.